ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ ചോദ്യം ചെയ്ത് SIT ദിണ്ടിഗലിലാണ് ചോദ്യം ചെയ്യൽ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കണ്ണി എന്നാണ് കരുതുന്നത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു. വളരെ എക്സ്ക്ലൂസീവായുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ദിണ്ടിഗലിൽ വെച്ചായിരുന്നു ഡി മണിയെ ചോദ്യം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും SIT വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വഴി നമുക്ക് ലഭ്യമാകുന്നത്. ഡി മണി എന്നയാളെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യാപാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ദിണ്ടിഗലിൽ വെച്ച് അയാളെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ. അശ്വതി, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ദിണ്ടിഗലിൽ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതാണ്. ആരാണ് ഡി മണി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഡി മണിക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അയാൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത്. ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഡി മണി കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഡി മണി ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നത് മാത്രമല്ല, ഇയാളാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ എന്ന കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡി മണി എന്ന പേര് തന്നെ ഡയമണ്ട് മണി എന്നാണ്. ആദ്യം വജ്ര വ്യാപാരിയായിരുന്നു, പിന്നീടാണ് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇയാൾ മാറി എന്ന സൂചനകൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘം അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. കേരളത്തിൽ നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തമിഴ്നാട് ദിണ്ടിഗലിൽ എത്തുകയും ഡി മണിയെ ചോദ്യം ചെയ്യുകയുമാണ്. ഇയാളുടെ കൂട്ടാളി എന്ന് കരുതുന്ന ശ്രീകൃഷ്ണനെയും ബിരുദനഗർ സ്വദേശിയാണ്, ഇയാളെയും ദിണ്ടിഗലിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുമായിട്ടാണ് ഇടപാടുകൾ മുഴുവൻ നടന്നത്. അതിന് കൂട്ടുനിന്നത് ആരൊക്കെ? ഇവിടെ നിന്ന് അമൂല്യ വസ്തുക്കൾ കടത്താൻ ഈ ആരൊക്കെയാണ് കൂട്ടുനിന്നത്? മഹസറിൽ ഉൾപ്പെടെ കൃത്രിമം നടത്തി ഇത്രയും വലിയൊരു കൊള്ള നടത്തിയത് ആര് എന്നതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ വരവ് കൂടി പ്രതീക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെ SITയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സുപ്രധാനമായ നീക്കമുണ്ടായിരിക്കുന്നത്. ED ഇതിനകം തന്നെ രേഖകൾ കയ്യിലേക്ക് വാങ്ങുകയും കോടതി വഴിയാണ് EDയുടെ ഇടപെടലുണ്ടായത്. ED അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. CBI അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP സംസ്ഥാന ഘടകം ഇതിനകം തന്നെ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഡി മണിയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000 കോടിയുടെ ഇടപാട് എന്നാണ് ഇതിനകം തന്നെ മൊഴിയായി SITക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ സുപ്രധാനമായത് രമേശ് ചെന്നിത്തല ആദ്യം നൽകിയ മൊഴിയാണ്. തനിക്കറിയാവുന്ന ഒരു വ്യവസായിക്ക് ഈ ഇടപാടുകളെക്കുറിച്ച് അറിയാമെന്ന് രമേശ് ചെന്നിത്തല ആദ്യം SITക്ക് മൊഴി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തുള്ള ഈ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതാദ്യമായല്ല ശബരിമലയിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ പുറത്തു പോയിട്ടുള്ളത്. ശബരിമല മാത്രമല്ല, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിന് വേണ്ടി 500 കോടിയുടെ മറ്റൊരു പദ്ധതി കൂടി ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് 500 കോടിയുടെ ഇടപാട് നടന്നു. ഇതിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഉന്നതന് ഇതിൽ വലിയൊരു പങ്ക് ലഭിച്ചു എന്നുകൂടി ഈ വ്യവസായി പറയുന്നുണ്ട്. മാത്രമല്ല, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. ഇതാദ്യമായല്ല ഇങ്ങനെ ഒരു ഇടപാട് നടക്കുന്നത്. വർഷങ്ങളായി ഇവരുടെ ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്, ഈ കൊള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന മൊഴിയാണ് വ്യവസായി നൽകിയത്. ഈ വ്യവസായിയുടെ മൊഴിയോട് കൂടിയാണ് കേസിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. അതുവരെ ദേവസ്വം ബോർഡിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നടപടികളെല്ലാം. അതിനപ്പുറത്തേക്ക് ആകെ പോയത് ഈ സ്മാർട്ട് ക്രിയേഷൻ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഉടമയെ അറസ്റ്റ് ചെയ്തതും ഗോവർദ്ധൻ എന്ന ആൾ ജുവലറി ഉടമയാണ്, ഇയാളെ അറസ്റ്റ് ചെയ്തതുമാണ്. ഇങ്ങനെ 2 അറസ്റ്റുകൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ ഈ സ്വർണം എവിടേക്ക് പോയി, മറ്റ് അമൂല്യ വസ്തുക്കൾ എവിടേക്ക് പോയി എന്നതിന് ഇതുവരെ ഒരു ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ പലതവണ കേരളത്തിൽ ഡി മണി എത്തിയിരുന്നു. അത് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, അവിടെ കവർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇയാൾ പങ്കെടുത്തു എന്നാണ് വ്യവസായി മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും ഒഴികെ മറ്റേതെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വിഗ്രഹങ്ങളും പഞ്ചലോക വിഗ്രഹങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും കവർച്ച ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും വരുന്നത് വിനോദ്. കാരണം ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ഈ ഘട്ടം SITയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ നിർണായക ഘട്ടമാണെന്ന് തന്നെ പറയണം. കാരണം ഡി മണിക്ക് മുകളിലേക്കും ഡി മണിയുടെ താഴേക്കും എത്ര പേരുണ്ട്, എവിടെയൊക്കെയാണുള്ളത്? ഇത് ശബരിമലയിൽ മാത്രമുള്ളതല്ല. 4-5 പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം കടത്തിയെന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായുള്ള
ബന്ധം വരെ അന്വേഷിക്കാൻ SIT മുതിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണ സംഘം ഇതിലേക്ക് വരുമോ, കേന്ദ്ര സംഘം ഇതിലേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം SITയുടെ മാത്രം നിയന്ത്രണത്തിൽ ഒരുപക്ഷെ ഈ കേസ് നിന്നു എന്ന് വരില്ല. കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണ്. ഇന്റർപോളിൻ്റെ ഉൾപ്പെടെ സേവനം ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ CBIയുടെ ഇടപെടൽ വേണ്ടിവരും. അങ്ങനെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കേണ്ട ഒരു നിലയിലേക്കാണ് സ്ഥിതി എത്തുന്നത്. നേരത്തെ തന്നെ യൂറോപ്പിലേക്ക് അടക്കം ഇങ്ങനെ വിഗ്രഹങ്ങൾ കടത്തിയിരുന്നു എന്ന മൊഴികൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം അവിടെ നിന്ന് അറുത്തുമാറ്റി എന്ന ഒരു വെളിപ്പെടുത്തൽ MG ശശിഭൂഷണാണ്, ചരിത്രകാരനാണ് അദ്ദേഹം പറയുന്നത് അവിടെ ചതുർബാഹു വിഗ്രഹമുണ്ട്, അതിൻ്റെ പീഠം മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, ആ വിഗ്രഹം അതിൽ നിന്ന് അറുത്തു മാറ്റി കൊണ്ടുപോയി എന്നതാണ്. അത് ഏതാണ്ട് 90കളുടെ അവസാനത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ ഡീമണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പേര് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഘം തന്നെയാണോ അത്തരം കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ഇവർക്ക് മുകളിലേക്ക് മറ്റ് ആളുകളുണ്ടോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിമർശനം SITക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട് ഈ വൻ സ്രാവുകളെ തൊടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം തിടുക്കത്തിൽ അറസ്റ്റുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്മാർട്ട് ക്രിയേഷൻ്റെ CEOയെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണം മാറ്റിയെന്ന് പറഞ്ഞ ജുവലറിയുടെ ഉടമയെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇനി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെ അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. കൊല്ലം വിജിലൻസ് കോടതിയിൽ അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷയിൽ തീരുമാനമുണ്ടായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോകാമെന്നൊരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളതെന്ന സൂചനകളും പുറത്തു വരുന്നു. ഏതായിരുന്നാലും ഇന്ന് രാവിലെ ഹാജരാകണമെന്ന നിർദ്ദേശമായിരുന്നു നൽകിയത്. അവർ ഇതുവരെ അത് പാലിച്ചിട്ടില്ല. ഏതായിരുന്നാലും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡി മണി ഈ കേസിലെ നിർണായക ഘടകമാണ്. ഈ കണ്ണികളിൽപ്പെട്ട ഏറ്റവും പ്രധാനിയാണ്. ഡി മണിയുടെ ഇടപാടുകൾ എന്ത്, ഒരുപക്ഷെ ശബരിമലയ്ക്ക് അപ്പുറത്തേക്ക് ഈ കേസിന്റെ വ്യാപ്തി നീളാനുള്ള സാധ്യതയുമുണ്ട്. അശ്വതി, അതാണ് ചരിത്രരേഖകളിൽ മാത്രമുള്ള ചരിത്രകാരന്മാർക്ക് മാത്രം അറിയുന്ന പല കാര്യങ്ങളും, പല രഹസ്യങ്ങളും, പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കുകളടക്കം അത് പൊതുജനങ്ങൾക്കോ സാധാരണക്കാർക്കോ അറിയാൻ സാധിക്കാത്ത പല വിലപ്പെട്ട വസ്തുക്കളും ഇതിനകം തന്നെ സംസ്ഥാനം വിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ വിനോദ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ്. കാരണം നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മഹസർ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ആദ്യത്തെ ഒരു വെളിപ്പെടുത്തൽ വരുന്നു. അവിടുത്തെ ഒരു പീഠം കാണാനില്ല, ദാരുശില്പങ്ങളുടെ പീഠം ഒന്ന് കാണാനില്ല എന്ന ഈ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ കേസ് തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ പീഠം കണ്ടെടുത്തു. പക്ഷേ അന്വേഷണം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എങ്ങനെയാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്തിയത് എന്നത് മുതലാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. പിന്നീട് ഇതിൽ ചുരുളഴിയുന്നുണ്ട്. അവിടെ നിന്ന് പലതവണ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികൾ കൊണ്ടുപോയി എന്നതാണ്. ഇത് 2009 പൊതിഞ്ഞ പാളികൾ എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്? അന്ന് ആരൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ, അത് പ്രത്യേകിച്ച് 2019 കാലഘട്ടത്തിലാണ് ഇത് പലതവണയായി പോകുന്നത്. പിന്നീടുള്ള ഭരണസമിതി, അതായത് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴും ഇത് വീണ്ടും നവീകരിക്കുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടു. ആദ്യത്തെ മഹസറിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയ ശേഷം പിന്നെയും എന്തുകൊണ്ട് ഇവരുടെ കൈകളിലേക്ക് എത്തി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്കുള്ള ആളുകൾ ഇതിൽ കൂട്ടുനിൽക്കുകയോ കണ്ണടയ്ക്കുകയോ ചെയ്തു എന്ന ആരോപണം ശക്തമായതും ഇത്ര കണ്ട് അറസ്റ്റുകളിലേക്ക്, ഏതാണ്ട് 8ഓളം അറസ്റ്റുകളിലേക്ക് ഈ കാര്യങ്ങൾ പിന്നീട് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ രണ്ടുപേരെ കൂടി, സ്മാർട്ട് ക്രിയേഷൻ്റെയും പിന്നീട് ഈ ജുവലറിയുടെയും ഉടമയെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ, കമ്മീഷണറായിരുന്ന N വാസു അടക്കമുള്ളവർ, മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ റിമാൻഡിൽ പോകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ജാമ്യം പോലും കോടതി നിഷേധിക്കുന്ന സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ പുറത്തിറങ്ങിയാൽ ഈ കേസിനെ സ്വാധീനിക്കുമെന്ന് കോടതി തന്നെ പറയുന്നു. മാത്രമല്ല കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് SITക്ക് പൂർണ്ണമായും ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട്. VD സതീശൻ പ്രധാനമായും ഉന്നയിച്ചത് അങ്ങനെ തന്നെയാണ്. 2 ADGPമാർ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അവരുടെ പേരുകൾ പുറത്തു പറയേണ്ടി വരും എന്ന കാര്യമാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഒരു മെല്ലെപ്പോക്കോ
ഈ കേസ് ഫ്രീസറിൽ വെക്കാനുള്ള ഒരു നിലയോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് കഴിയില്ല. എത്രമാത്രം സമ്മർദ്ദമുണ്ടെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദ്യം വരുന്ന ഒരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചോദ്യം ചെയ്യലിലേക്കും കൂടുതൽ ആളുകളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്കുമൊക്കെ പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഡി മണിയെ ഡിണ്ടിഗലിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. അശ്വതി, അതാണ് വിനോദൊപ്പം ഈ ഹൈക്കോടതിയുടെ അടക്കം വിമർശനം വന്നു ഈ വിഷയത്തിൽ SITയുടെ മെല്ലെപ്പോക്കിനെതിരെ. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് SIT റൈറ്റ് ട്രാക്കിലാണ് എന്നാണ്. കാരണം ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും നേരത്തെ വിനോദ് പറഞ്ഞതുമൊക്കെ ആ വേഗത ഇപ്പോൾ SIT കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സമാന്തരമായി തന്നെ കേരളത്തിൽ ആ സമയത്തുണ്ടായിരുന്ന അധികൃതരെ, ശബരിമലയുടെ ദേവസ്വം അധികൃതരെ അടക്കം ചോദ്യം ചെയ്യുകയും അവർക്ക് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് രാജ്യത്തിന് പുറത്തേക്ക് തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും SIT തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ വിനോദ്? അശ്വതി, അതിൽ SITക്ക് പരിമിതിയുണ്ട്. കാരണം ഇതൊരു രാജ്യാന്തര കള്ളക്കടത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലാണ് ഇതിൽ വേണ്ടിവരിക. അതുതന്നെയാണ് കോടതി അംഗീകരിച്ചതും. കാരണം ED ആദ്യം കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ SIT അന്വേഷണം നല്ല നിലയിൽ പോകുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ EDക്ക് എല്ലാ രേഖകളും കൈമാറാൻ കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ EDക്ക് ഈ രേഖകൾ കൈമാറുകയും അതിൽ EDയുടെ പരിശോധന നടക്കുകയുമാണ്. കാരണം ഇത് കള്ളപ്പണമോ അല്ലെങ്കിൽ അങ്ങനെ ഈ അഴിമതിയോ ആയി മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഇതിൽ വലിയൊരു ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നുണ്ട്, ക്രിമിനൽ ഗൂഢാലോചന നിലനിൽക്കുന്നുണ്ട്, കോടികളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CBI പോലൊരു ഏജൻസി വരുമെന്ന കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന BJP ഘടകം CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപക്ഷേ CBI അന്വേഷണം വന്നാൽ പോലും സംസ്ഥാന സർക്കാർ അതിനെ എതിർക്കാൻ അത്ര കണ്ട് ശക്തമായി എതിർക്കാനുള്ള സാധ്യതയില്ല. കാരണം അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘമായതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലേക്ക് സ്വാഭാവികമായും വരുന്ന ഒരു നിലയുണ്ടാകും. അവിടെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഈ അന്വേഷണം പോകുന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ബാംഗ്ലൂരും ചെന്നൈയിലുമായി 59 ദിവസം പല വീടുകളിലും അതുകൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും പല സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പല ഉന്നതന്മാരുടെയും പല വ്യവസായികളുടെയും വീടുകളിലേക്ക് അത് കൊണ്ടുപോയി വെച്ച് അവിടെ പൂജ നടത്തുന്ന സാഹചര്യമുണ്ടായി. ശബരിമലയിലെ അമൂല്യ വസ്തു നവീകരണത്തിന് കൊണ്ടുപോയത് എങ്ങനെ 59 ദിവസം ഒരാൾ കയ്യിൽ വെച്ചിരുന്നു. മാത്രമല്ല പലയിടങ്ങളിലായി അതുകൊണ്ട് പ്രദർശിപ്പിക്കുകയും അതെല്ലാം തന്നെ പൂജ നടത്തുകയും ചെയ്തു എന്ന വിവരം പുറത്തു വന്നു. ഇതെല്ലാം തന്നെ ചട്ടവിരുദ്ധമാണ്. ഒരിക്കലും ശബരിമലയിലെ ആ നിയമം അനുസരിച്ച്, ചട്ടമനുസരിച്ച് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ നിയമാവലിയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു സാധാരണ ആൾ മാത്രം വിചാരിച്ചാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു അവിടെ സഹായിയായി ശബരിമലയിൽ എത്തിയ ആൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇടപാടുണ്ട്, ഈ കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. ഇതുവരെയുള്ള തെളിവുകൾ ഹാജരാക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം കമ്മീഷണർക്കോ ഒക്കെ തന്നെ ഇതിൽ നിന്ന് മോചിതരാകാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകളല്ല വന്നിട്ടുള്ളത്. അവരെല്ലാം കുടുങ്ങുന്ന തരത്തിലുള്ള തെളിവുകളാണ്. അവിടെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പോലും CPMനെ ബാധിച്ചില്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ച് പറയുമ്പോഴും അതിലൊരു ഘടകമായെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വലിയ തോതിൽ പാർട്ടിയെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഈ അവിടുത്തെ അമൂല്യ വസ്തുക്കൾ ഇങ്ങനെ പോയി അല്ലെങ്കിൽ പീഠം കാണാനില്ല എന്ന വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ശബരിമലയിലെ സ്വർണം ഇങ്ങനെ തോന്നുംപടി കൊണ്ടുപോയി എന്ന കാര്യങ്ങൾ പുറത്തു വന്നത്. അത് നിസ്സാരമായിരുന്നില്ല. പല കുറി കൊണ്ടുപോകുന്നു. സ്വർണം പൂശുകയായിരുന്നില്ല, സ്വർണം പൊതിഞ്ഞ പാളിയാണ്. ആ പാളി എങ്ങനെ സ്വർണം പൂശാനെന്ന പേരിൽ പിന്നീട് കൊണ്ടുപോയി എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആ പൊതിഞ്ഞിരുന്ന പാളികൾ ഇളക്കി മാറ്റി എന്നതാണ്. മാത്രമല്ല ഈ സ്വർണത്തിൻ്റെ വില എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ വസ്തു എന്നതിൻ്റെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ കിട്ടുന്ന വാല്യൂ ഉണ്ട്, അതിൻ്റെ ഒരു മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടികൾ വിലമതിക്കുന്ന നിലയിലേക്ക് ഇതിൻ്റെ ഇടപാടുകൾ മാറുന്നത്. 1000 കോടിയുടെ ഇടപാട് എന്ന നിലയ്ക്കാണ് വ്യവസായി ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായി SITക്ക് മൊഴി നൽകിയത്. 1000 കോടിയുടെ ഇടപാടിനാണ് ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് എന്ന കാര്യമാണ്. അതിൽ 500 കോടിയുടെ ഇടപാട് നടന്നു. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു 500 കോടിയുടെ ഇടപാടിന് കൂടി ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്ന കാര്യം ഇപ്പോൾ മൊഴിയായി SITക്ക് ലഭിച്ചതും. അശ്വതി, അതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ SIT ചോദ്യം ചെയ്തിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ദിണ്ടിഗലിലാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കണ്ണി എന്നാണ് ഡി മണിയെ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നിർണായക ചുവടുവയ്പ്പാണ്. SITയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിക്കും. അതുവഴി കൂടുതൽ
കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് SIT പ്രതീക്ഷിക്കുന്നതും. വിനോദ്, ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയ ചർച്ചയായി മാറിയ ഒന്നാണ് സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അത് മാത്രമല്ല, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇത്രയും സുരക്ഷിതമായ, ഇത്രയും ക്യാമറകളുള്ള ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണം കടത്താൻ സാധിച്ചെങ്കിൽ എത്രയോ സാധാരണ ക്ഷേത്രങ്ങൾ ഇത്രയധികം സുരക്ഷാ വലയത്തിലല്ലാത്ത എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളുള്ള നിരവധി ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് കേരളം. അവിടെ നിന്നൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്ക സാധാരണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായും അതുതന്നെയാണ്. കാരണം ഇത് ചെറിയൊരു സംഗതിയല്ല. ശബരിമല പോലൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും നിരുത്തരവാദപരമായി എങ്ങനെ ഇത്രയും അമൂല്യമായ വസ്തുക്കൾ കൈകാര്യം ചെയ്തു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ മാനുവലുണ്ട്. ദേവസ്വം മാനുവലിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ നടന്നതെന്നത് പകൽ പോലെ വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉന്നതരുടെ ഇടപെടൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഉണ്ട് എന്ന് കരുതുന്നത്. അതിന് ഇതുവരെ മറുപടി പറയാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അറസ്റ്റ് ചെയ്തു, അവർ റിമാൻഡിലാണ്, നിയമ നടപടികൾ സ്വീകരിച്ചുവെന്ന ഒരു കാര്യം സർക്കാർ പറയുമ്പോഴും അവർക്കെതിരെ പാർട്ടി തലത്തിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ റിമാൻഡിലാണെന്ന കാര്യം പറയുന്നു. അവിടെയും രാഷ്ട്രീയമായി സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിഷയം ഉയർത്തിയാണ് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്ന വാദം കോൺഗ്രസ് ഉന്നയിക്കുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ദൃശ്യങ്ങൾ CPM പുറത്തുവിടുകയും അതിന് വലിയ പ്രചാരം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് CPMൻ്റെ മാത്രം ബന്ധം അല്ല, അല്ലെങ്കിൽ ബന്ധുബലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തരത്തിലുള്ള ബന്ധങ്ങൾ കൂടിയുണ്ട്. അവിടെ അടൂർ പ്രകാശും ആൻ്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി ആക്കി. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇങ്ങനെ ഒരു ബന്ധം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് SITയുടെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വളരെ സുപ്രധാനമായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. തമിഴ്നാട് ഡിണ്ടിഗലിൽ ഇപ്പോൾ ഡി മണി എന്ന ഈ ഡയമണ്ട് വ്യാപാരിയായിരുന്ന ആദ്യത്തെ വ്യക്തി, പിന്നീട് അയാൾ വിഗ്രഹക്കടത്ത് പോലുള്ള കാര്യങ്ങളിലേക്ക് മാറിയെന്ന് കരുതപ്പെടുന്ന വ്യക്തിയെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നത്. അതാണ് ഈ ഘട്ടത്തിൽ വിനോദ് എടുത്തു പറയേണ്ട ഒരു കാര്യം രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിനെ കുറിച്ചാണ്. ഈ കേസിന് ഇതിനു മുൻപും പല കേസുകളിലും നിർണായകമായ വിവരങ്ങളും രേഖകളും ഒക്കെയായി രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായി തൻ്റെ പക്കൽ വിവരങ്ങളുണ്ട്, തനിക്കറിയാവുന്ന ഒരു വ്യാപാരി ഇതിനെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നില്ലേ? തീർച്ചയായും ഈ കേസിലെ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു രമേശ് ചെന്നിത്തല ഈ കേസിൽ ഇടപെട്ടത്. അദ്ദേഹം ആദ്യം തന്നെ മാധ്യമങ്ങളോടാണ് അക്കാര്യം വെളിപ്പെടുത്തിയത്. തനിക്ക് പരിചയമുള്ളൊരു വ്യവസായി തന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ വിഗ്രഹക്കടത്ത് സംഘത്തിൻ്റെ പങ്കാളിത്തമുള്ളതാണ്, വിഗ്രഹക്കടത്ത് സംഘം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇത് അല്ലാതെ നടന്ന ഒരു കൊള്ളയല്ല എന്ന കാര്യം തന്നോടൊരു വ്യവസായി പറഞ്ഞിട്ടുണ്ട്. ഈ വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങൾ രമേശ് ചെന്നിത്തല മൊഴിയായി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. പിന്നീട് ഈ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ശബരിമല മാത്രമല്ല അവരുടെ ലക്ഷ്യമായിരുന്നത്, മറ്റ് പല ക്ഷേത്രങ്ങൾ. അതിൽ നമ്മൾ കാണേണ്ടത് അതീവ സുരക്ഷിതത്വമുള്ള, അതീവ സുരക്ഷയിൽ ഈ അമൂല്യ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന B നിലവറ പോലെ ഇതുവരെ തുറക്കാത്ത നിലവറ, അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിൽ മാത്രം തുറന്നു പരിശോധിച്ച നിലവറ, അങ്ങനെയുള്ള ഒരിടത്തു നിന്ന് അമൂല്യ വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകാൻ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. അതേക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെമ്പകത്തിൻ മൂട് എന്ന ഒരു മേഖലയുണ്ട്. അവിടെ CCTV ക്യാമറ ഇല്ല. അവിടെ വളരെ പവിത്രമായി കരുതുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു ഗ്രീൻ ചാനൽ, ഈ ഗ്രീൻ ചാനൽ വഴി ഇതിനു മുൻപും വിലപിടിപ്പുള്ള വസ്തുക്കൾ പോയിട്ടുണ്ടെന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതായത് ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കൊള്ളയല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നേരത്തെ ഈ മോഷണം നടന്നിട്ടുണ്ട്. അവർ പിന്നെയും ആസൂത്രണം ചെയ്യുന്നു. അതിനു പുറമെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പ്രാചീനമായ അമ്പലങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഇവർ തട്ടിയെടുത്തുവെന്നാണ്. അതായത് വിഗ്രഹക്കൊള്ള നടത്തുന്ന വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഇവർ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവിടെയാണ് ഡി മണിയുടെ വീട്ടിലും ഓഫീസിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. ഡി മണിയുടെ ഓഫീസിൽ പരിശോധന നടത്തുന്നു SIT. സമാന്തരമായി തന്നെ ഡി മണിയുടെ വീട്ടിലും ഇയാളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. ഡി മണിയുടെ സുഹൃത്തുണ്ട്, ശ്രീകൃഷ്ണൻ എന്ന പേരിൽ വിരുദനഗർ സ്വദേശിയാണ്, ഡിണ്ടിഗലിൽ. ഇയാളെയും ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളോട്
ഇന്ന് ആ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അവർ അതിന് തയ്യാറായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി മുമ്പാകെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു തീരുമാനമുണ്ടായ ശേഷം ഹാജരാകാം എന്ന ഒരു നിലപാടിലേക്കാണ് അവർ എത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് അശ്വതി. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ SIT ചോദ്യം ചെയ്തിരിക്കുകയാണ്. വളരെ നിർണായക നീക്കമാണ് SITയെ സംബന്ധിച്ചിടത്തോളം. ഈ ദിണ്ടിഗലിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, നിർണായക ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കണ്ണി എന്ന് കരുതുന്ന ഡി മണി അഥവാ ഡയമണ്ട് മണിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് SIT സംഘം. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ദിണ്ടിഗലിലെത്തി ചോദ്യം ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കൂടുതൽ വ്യാപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാനത്തിന് പുറത്തേക്കും SIT അന്വേഷണവുമായി പോയിരിക്കുകയാണ്. ഡി മണി വെളിപ്പെടുത്താൻ സാധ്യതയുള്ള പേരുകൾ, അതാണ് ഇനി കേരളമടക്കം ഉറ്റുനോക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കേസാണ്, സാധാരണക്കാരടക്കം ചർച്ച ചെയ്യുന്ന ഒരു കേസാണ്. വിനോദ്, ഇനി ഡി മണി എന്ത് പറയുന്നു എന്നതാണ് വളരെ പ്രധാനം. SITയോട് അതിലേക്ക് ഉറ്റുനോക്കുകയാണ് നമ്മൾ. അശ്വതി, വളരെ ആസൂത്രിതമായൊരു നീക്കം തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഈ വാഹനത്തിലാണ് അന്വേഷണ സംഘം അവിടേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KL01 എന്ന രജിസ്റ്റർ നമ്പറിലുള്ള വാഹനമാണ്. ഇതിൽ വളരെ രഹസ്യമായി അന്വേഷണ സംഘം അവിടേക്ക് എത്തുകയായിരുന്നു. പോലീസ് എന്ന ഒരു ബോർഡ് മാത്രമാണ് അതിൽ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാം, ഇളക്കി മാറ്റാൻ കഴിയുന്ന, നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ഇത്തരം ബോർഡുകളുണ്ട്. അത് വെക്കാനും ഇളക്കാനും കഴിയും. ആ തരത്തിലുള്ളൊരു ബോർഡാണ് പോലീസ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആവശ്യമായ ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കി തന്നെ പോലീസിന് വളരെ സ്വകാര്യമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഈ നീക്കമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള SIT അവിടെ എത്തുകയും ഡി മണിയുടെ ഓഫീസിലും വീട്ടിലുമടക്കം പരിശോധന നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. ഡി മണിക്ക് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഡി മണിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വജ്രവ്യാപാരിയായിരുന്നു. ആദ്യം തന്നെ ഈ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തിയിരുന്ന ആളാണ്. പിന്നീട് ഈ വിഗ്രഹക്കടത്ത് പോലുള്ള കാര്യങ്ങളിലേക്ക് മാറി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപാടുകളുണ്ട്. മാത്രമല്ല, കേരളത്തിൽ പലതവണ വന്നുപോയി എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് മാത്രമല്ല ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഡി മണിയെക്കുറിച്ച് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പലരുമായും സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ ഈ പേര് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് എന്ന കാര്യം ഇവർക്കെല്ലാം തന്നെ അറിയാം. ഡി മണി പലപ്പോഴും തലസ്ഥാനത്തെത്തി തങ്ങിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം പലരും സമ്മതിക്കുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെ ചതുർബാഹു വിഗ്രഹം അറുത്തുമാറ്റി കൊണ്ടുപോയി എന്ന ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നത്. അതിൽ ഡി മണിക്ക് പങ്കുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൊള്ള നടന്നു എന്നതിന് സ്ഥിരീകരണവും മൊഴിയുമുണ്ട്. മാത്രമല്ല, പലപ്പോഴും ഈ വിഗ്രഹങ്ങൾക്ക് പുറമെ അവിടെ ഉപയോഗിക്കുന്ന ഓട്ടുരുളി പോലുള്ള പല വസ്തുക്കൾ, വിളക്കുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇതിനൊക്കെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മൂല്യമാണുള്ളത്. ഒരുപക്ഷേ നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിൻ്റെ മൂല്യമല്ല, മറിച്ച് ഇതിന് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങൾ ഈടാക്കുന്ന തുക വളരെ വലിയ തുകയാണ്. യൂറോപ്പിലേക്കും മറ്റും ഇതിനകം തന്നെ പല കുറി ഇങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വിഗ്രഹങ്ങളും മറ്റും പോയ കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നതെന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. അവിടെ അന്വേഷണ സംഘം എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ, അതോടൊപ്പം അവിടെ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, ഡി മണിയുടെ കൂട്ടാളിയെയും അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ട് എന്ന വിവരം മനസ്സിലാകുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ സിഇഒയെ ചോദ്യം ചെയ്യുമ്പോഴും അതോടൊപ്പം ഈ ഗോവർദ്ധൻ ജ്വല്ലറി ഉടമയാണ്. ഈ ജ്വല്ലറി ഉടമയൊക്കെ തന്നെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നത്. അവിടെയാണ് ഒരുപക്ഷേ ഈ അന്തർ സംസ്ഥാന വിഗ്രഹ കടത്ത് സംഘത്തിൻ്റെ പ്രവർത്തനമാണെങ്കിൽ കേരള പോലീസിനുള്ള പരിമിതി, SITക്കുള്ള പരിമിതി, ക്രൈംബ്രാഞ്ചിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അവിടെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ED എത്തിക്കഴിഞ്ഞു. എപ്പോഴാണ് CBI എത്തുക? അത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അശ്വതി.
അതാണ് വിനോദ് പറഞ്ഞതുപോലെ ഈ കണക്കെടുപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഈ വിലപ്പെട്ട വസ്തുക്കളുടെ കണക്കെടുപ്പ് അത് എപ്പോഴൊക്കെ നടക്കുന്നു, അത് ആരാണ് നടത്തുന്നത്, ഈ നടത്തുന്നവർക്കത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടോ എന്നതടക്കമുള്ള ആശങ്കപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT പോകുന്നത് എന്നതടക്കം നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഡി മണിയെ സംബന്ധിച്ചിടത്തോളം ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന ഈ ഡി മണിയുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വിനോദ് ഇയാൾ ഓട്ടോ ഓടിച്ച് നടന്ന ഒരാളാണ് എന്നുള്ളതാണ്. അതിനുശേഷം 6 വർഷം കൊണ്ടൊരു വലിയ വളർച്ച ഇയാൾ നേടി എന്നുള്ളതാണ് നാട്ടുകാർ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. ഈ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടും ഡയമണ്ട് വ്യാപാരത്തിലേക്കുമൊക്കെ ഇയാൾ എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ഒരു വലിയ വളർച്ച, പെട്ടെന്നുണ്ടായ വളർച്ച അവിടെയുള്ളവർ ചോദ്യം ചെയ്യുന്നുമുണ്ട്. അത്തരത്തിൽ ഡി മണി എന്ന വ്യക്തി അയാളെ ആരാണ്, ഇയാൾക്ക് ഇത്രയും പണം ലഭിച്ചത് എവിടെ നിന്നാണ്, ഇയാളുടെ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ ആരാണ് എന്നതടക്കമുള്ള ഈ ചോദ്യങ്ങളൊക്കെ SIT അന്വേഷിക്കുന്നുണ്ടാകും അവിടെ. തീർച്ചയായും ഇതുവരെയുള്ള വിവരങ്ങളനുസരിച്ച് അതിസമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമല്ല ഡി മണി എന്നത് തന്നെയാണ്. ഡി മണി വജ്രവ്യാപാരത്തിലേക്ക് എത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്നുള്ളൊരു വളർച്ചയാണ് ഡി മണിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വഴിവിട്ട ഇടപെടലുകളെക്കുറിച്ചുള്ള സംശയം ബലപ്പെടുന്നതും. ഡി മണി ഈ വജ്രവ്യാപാരത്തിൽ നിന്ന് മെല്ലെ വിഗ്രഹക്കടത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇത് 1000 കോടിയുടെ ഇടപാട് എന്ന് പറയുമ്പോൾ ഈ 2 ക്ഷേത്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. മറ്റിടങ്ങളിലെ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. അശ്വതി ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്, ഈ ക്ഷേത്രങ്ങളുടെ പുരാവസ്തു, അതിൻ്റെ കണക്കെടുപ്പ്, അതൊന്നും തന്നെ ശബരിമലയിൽ കൃത്യമായി നടന്നിട്ടില്ല എന്ന ഒരു വിശദാംശങ്ങളാണ് പിന്നീട് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനകളിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും അവിടെയുള്ള വസ്തുക്കളുടെ കൃത്യമായ കണക്കുകളിൽ, അല്ലെങ്കിൽ അവിടെ ഉള്ള വസ്തുക്കൾ മാറ്റി റീപ്ലേസ് ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം പല കുറി വന്നിട്ടുള്ളതാണ്. അവിടെ സ്വർണ്ണദണ്ട് ഏതാണ്ട് 15 സെൻറ്റിമീറ്ററെങ്കിലും താഴ്ചയിലാണ് മണലിൽ പൂഴ്ത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. അത് മണലിൽ വീണുപോയി എന്നാണ് പിന്നീട് ഇത് കാണാതായതിനെ പിന്നാലെ പരാതി നൽകിയപ്പോൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയ വിശദീകരണം. പക്ഷേ അത് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. അതൊക്കെ തന്നെ ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ കാണാതാകുന്ന വസ്തുവിനെ പിന്നെ അവിടെ നിന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇതിന് സമാനമായ വസ്തുക്കൾ അവിടെ കൊണ്ടുവച്ച് ആ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന പരാതികൾ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി അല്ലെങ്കിൽ കർമ്മചാരി സംഘം പോലുള്ള സംഘടനയുടെ ആളുകൾ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുള്ളതും പലപ്പോഴായി അവർ പരാതി ഉന്നയിച്ചിട്ടുള്ളതുമാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പല കേസുകളും നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ സംഘം ഇങ്ങനെ നിർബാധം അമ്പലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് നമുക്ക് അറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രവും. ഒരുപക്ഷേ ഒരുപാട് ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് പോലും ആളുകളെത്തി ദർശനം നടത്തുന്ന ഏറ്റവും പരമപ്രധാനമായ, കേരളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ 2 ക്ഷേത്രങ്ങൾ, അവിടെയാണ് ഈ കവർച്ച നടന്നതും അല്ലെങ്കിൽ ഇനി നടത്താൻ ലക്ഷ്യമിട്ടതും എന്ന കാര്യമാണ് ഗൗരവമുള്ളതാകുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ എന്ത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇതിൽ പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ അറസ്റ്റിലായ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ പല ക്ഷേത്രങ്ങളിലായി ജോലി ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മേൽ കൂടുതൽ സംശയങ്ങൾ വരികയാണ്. ഇവരുടെ ഇടപെടലുകൾ സംശയിക്കുന്ന നിലയിലേക്ക് എത്തുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇതൊരു പക്ഷേ ചെറിയൊരു കാര്യം മാത്രമായിരിക്കും പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അശ്വതി, SIT നിർണായക ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയണം. ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT ഡി മണിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ദിണ്ടിഗലിൽ എത്തി SIT ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ന്യൂസ് 8 എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കണ്ണിയാണ് ഡി മണി എന്നാണ് കരുതുന്നത്. അതേസമയം പോറ്റിയെ അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന രീതിയിലാണ് ഡി മണിയുടെ പ്രതികരണം എന്ന് നമ്മൾക്ക് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നു അവിടെ നിന്ന്. അങ്ങനെയെങ്കിൽ വിനോദ്, ഈ ലിങ്കുകൾ പ്രധാനപ്പെട്ടതാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കും ഇടയിൽ ഇനി എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടതുണ്ട്. അശ്വതി, ഇത് പ്രഥമദൃഷ്ട്യാ തന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ ബന്ധത്തിലാകുന്നത് എന്നത് തന്നെ സംശയമുളവാക്കുന്ന കാര്യമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യവസ്ഥാപിതമായി ശബരിമലയിൽ ജോലിയിൽ പ്രവേശിച്ച ഒരാളല്ല. അവിടെ ഒരു സഹായി
കൂടിയ വ്യക്തിയാണ്. പിന്നീട് എങ്ങനെയാണ് ഡി മണിയെ പോലുള്ള ആളുകളിലേക്ക് ഇയാൾ എത്തിയത് എന്നത് ആലോചിക്കുമ്പോൾ തന്നെ, അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാര്യങ്ങൾ സുതാര്യമല്ല എന്നത്. ഇനി ഇതിൽ അറിയേണ്ടത് ആർക്കൊക്കെയാണ് പങ്കുള്ളത്, ആരൊക്കെയാണ് ഇടപെട്ടത്, എത്ര നാളായി ഈ ഇടപാട് നടക്കുന്നു, ഏതെല്ലാം അമ്പലങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയി, ശബരിമലയിൽ നിന്ന് തന്നെ നേരത്തെ ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളും ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാമാണ് ഇപ്പോൾ അന്വേഷണം തേടി SITയുടെ ഈ യാത്രകൾ. ഇത് ഇപ്പോൾ തമിഴ്നാട്ടിലെത്തി നിൽക്കുന്നു. ഡിണ്ടിഗലിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ചെറിയ ശൃംഖല അല്ല എന്ന കാര്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ 2 or 3 ഭരണസമിതിയിലുണ്ടായിരുന്ന ആളുകളോ അവിടുത്തെ ജീവനക്കാരോ മാത്രം വിചാരിച്ചാൽ, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. രമേശ് ചെന്നിത്തല മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ SIT മറ്റൊരു വ്യാപാരിയിൽ നിന്ന്, മറ്റൊരു വ്യവസായിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം നൽകിയ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഒരു ഉന്നതന്, കേരളത്തിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് ഇതിൽ നിന്ന് വലിയ പണം ലഭിച്ചു എന്നാണ് പറയുന്നത്. അത് ആരാണ് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം വ്യാപാരി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ശരിയാണ്. ഇതുവരെയുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വ്യാപാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്കും ശ്രീകൃഷ്ണനിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് വ്യാപാരി പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ ഇടപാടുകൾ നടന്ന ഏതൊക്കെ രാജ്യങ്ങളിൽ നടന്നു, എങ്ങനെയൊക്കെയായിരുന്നു ഈ അമൂല്യ വസ്തുക്കൾ കടത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. എന്തായാലും നിർണായക നീക്കത്തിലാണ് SIT എന്നുള്ളതാണ് ഈ ദിണ്ടികളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്.